ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം പതിവിൻപടി എല്ലാവിധ മോടിയോടും കൂടിയാണ് ഇന്ത്യയിലാകമാനം നടത്തപ്പെട്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ബഹുമാന്യായ പ്രധാനമന്ത്രി ഉയർത്തുന്ന ദേശീയ പതാക സന്ദർഭവും സേനാ അംഗങ്ങളുടെ ആദരവിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വീകരിക്കുന്ന ആ എല്ലാ ചടങ്ങുകളുമാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതാണ് ആ ചുവപ്പ് കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഈ വർഷത്തെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ലോകത്തെ ആകമാനം അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഞെട്ടിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, വളരെ കൗതുകമുള്ള ഒരു പ്രഖ്യാപനമായതുകൊണ്ട് അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ. അതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു പരാമർശം മറ്റൊന്നുമല്ല, ഇന്ത്യ 2036 ലോക പ്രശസ്ത കായിക മാമാങ്കമായ ഒളിമ്പിക്സ് നടത്താൻ ഒരുങ്ങുകയാണ് എന്നതാണ്. എല്ലാവരിലും കൗതുകവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ഭുതവും ഉണ്ടാക്കിയതായ ഒരു പ്രസ്താവനയാണ്. കായിക പ്രേമികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപക്ഷെ 144 കോടി ജനങ്ങൾക്കും ഉൾപുളകമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യ സംഘാടകരുടെ ചിത്രത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ടില്ല. കാരണം എത്ര അധികം ഒരുക്കങ്ങളോടുകൂടിയാണ് 4 വർഷത്തിലൊരിക്കൽ ഈ ലോകപ്രശസ്ത കായിക മാമാങ്കം നടത്തുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെയെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. അതിന് ചെലവാക്കുന്ന പണത്തിൻ്റെ വലിപ്പം, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഒരു വലിയ അധ്വാനം, അതിൻ്റെ പ്രയത്നം, ഒരു രാഷ്ട്രം മുഴുവൻ 10-16 ദിവസങ്ങളോളം ഇതിന് നടത്തുന്ന ക്രമീകരണങ്ങൾ, 100 കണക്കിന് കായിക താരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ഒരുമിച്ച് താമസിച്ച് ഈ കായിക മാമാങ്കം നടത്തി യാതൊരു പരാതിയുമില്ലാതെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തങ്ങൾ നേടുന്നതായി മെഡലുകളുമായി പോകുന്ന ആ ഒരു രംഗമൊക്കെ എല്ലാവരും കണ്ട് ആനന്ദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള അധ്വാനം എത്ര വലുതാണ്, പ്രയത്നം എത്ര വലുതാണ്, ഒരുക്കം എത്ര വലുതാണ് എന്ന് ഇത് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഉദ്ഘാടനം ഒരു വിസ്മയമാണ്, സമാപനം അതിനേക്കാൾ വലിയൊരു വിസ്മയമാണ്. അത് സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ എത്ര വലിയ പ്രശസ്തമാണ്. ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ പോലും കുറ്റമുണ്ടാകാതെ, കുറവുണ്ടാകാതെ, തോൽവി ഉണ്ടാകാതെ നടത്തപ്പെടേണ്ടതായിട്ടുള്ള ഈ മഹാമേള നടത്തണം എന്ന് ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവുകയില്ല. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാകുമോ എന്ന് ആളുകൾ ആലോചിച്ചു തുടങ്ങി. സമൂഹ മാധ്യമം ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. സ്വപ്നം കാണുന്നതിന് ആർക്കും ഒരു അതിർത്തിയുമില്ല. ബഹുമാന്യനായ പ്രധാനമന്ത്രിക്കും സ്വപ്നം കാണാൻ ആരും ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹം ഇതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പശ്ചാത്തലമായി പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യ നടത്തിയ G20 സമ്മേളനത്തിൻ്റെ പരിസരത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് 20 രാഷ്ട്രങ്ങളിൽ നിന്ന് 19 രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന G20 സമ്മേളനം 2 ദിവസം മാത്രം ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടത്തിയത് വൻപിച്ച വിജയമായിരുന്നതുകൊണ്ട് നമുക്കൊരു ഒളിമ്പിക്സ് നടത്താൻ 2036 വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് 2 ദിവസം 20 രാഷ്ട്രത്തലവന്മാരുടെ വലിയ 5 നക്ഷത്ര ഹോട്ടലുകളിലെ താമസം, അതുപോലെയുള്ള വലിയ ആഡംബര ദർബാർ ഹാളുകളിലുള്ള സമ്മേളനം, അതും ആയിരക്കണക്കിന് കായിക താരങ്ങൾ ലോകമെമ്പാടും വന്ന് ഒരുമിച്ച് താമസിച്ച് വിവിധ തരത്തിലുള്ള മത്സരങ്ങളിൽ ഒരേ സമയം പങ്കെടുക്കുകയും അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നതുമൊക്കെയായി താരതമ്യപ്പെടുത്തിയത് അല്പം കടന്ന കൈയായിപ്പോയി എന്നാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ കരുതുന്നത്.
പ്രാവർത്തികമാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് പ്രാവർത്തികമാകട്ടെ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ആഗ്രഹിക്കാം. പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നാം കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നാം പരിഗണിക്കുമ്പോൾ ഇത് എത്രമാത്രം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല. നമ്മൾ കണ്ടതാണ്, ഈ ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും ഡൽഹിയിലെയും മുംബൈയിലെയുമുള്ള ചേരി പ്രദേശങ്ങളൊക്കെ മതിൽ കെട്ടിയും കർട്ടനിട്ടും വല വിരിച്ചുമൊക്കെ മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ. ഇന്ത്യയുടെ യഥാർത്ഥ മുഖം ഒന്നോ രണ്ടോ ദിവസം ഈ രാജ്യത്ത് ചെലവഴിക്കുന്ന വിദേശ രാഷ്ട്ര തലവന്മാർ കാണരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കോടികൾ ചിലവഴിച്ച് ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെ ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് ഒരു ലോകപ്രശസ്തമായ കായിക മാമാങ്കം നടത്താമെന്ന് പറയുന്നത് അല്പം കടന്നതാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരും. അതിൻ്റെ സാധ്യത എത്ര വിരളമാണ് എന്ന് നാം ആലോചിക്കേണ്ടി വരും. ഇന്നും നമ്മൾ ഒരു വികസിത രാജ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വികസിത രാജ്യമാകാനുള്ള പ്രയത്നത്തിലേക്ക് പോവുകയാണ്. ഇന്നും ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ആളോഹരി വരുമാനം ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാളൊക്കെ വളരെ താഴെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കായിക മത്സരങ്ങൾക്കും കായിക രംഗത്തുമൊക്കെ ഇന്ത്യ തങ്ങളുടെ GDPയുടെ വളരെ തുച്ഛമായ 1% മാത്രമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 144 കോടി ജനങ്ങളുള്ള രാജ്യത്തുനിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയ ആളുകൾ തിരിച്ചു കൊണ്ടുവന്നത് വെറും 1 വെള്ളിയും 5 വെങ്കലവും മാത്രമാണ്. അത് നേടിയ കായിക താരങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൊതുവെ ലോകരാഷ്ട്രങ്ങളിൽ ആയി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക 20 സ്വർണം, ചൈന 20 സ്വർണമൊക്കെ നേടി മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കതിൻ്റെ 7 അയലത്ത് പോലും എത്താൻ കഴിയുന്നില്ലല്ലോ എന്നത് ഏവരെയും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ 2036 ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സ് നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നത് അത്ര എളുപ്പമല്ല. ആഗ്രഹം അവിടെ ഇരിക്കട്ടെ. മറ്റൊരു കാര്യം കൂടെ സാന്ദർഭികമായി പറയാതെ പോകുന്നത് ശരിയല്ല. 2029 മൂന്നാം മോദി മന്ത്രിസഭ ഭരണഘടനാപരമായി അവരുടെ 3ാം ഊഴം പൂർത്തിയാക്കുകയാണ്. 2029 പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ 2036 ഒളിമ്പിക്സും ഞങ്ങൾ തന്നെ നടത്തുമെന്നൊക്കെ പറയുന്നത് കുറച്ച് അധികപ്പറ്റാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. ആർക്ക് പറയാനായി സാധിക്കും? 2036 ബഹുമാന്യനായ നരേന്ദ്രമോദി തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാകും, അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി, ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും അധികാരത്തിലെന്നൊക്കെ ആർക്ക് പറയാനാണ് സാധിക്കുക? ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ ചരിത്രം പഠിച്ചവർക്കറിയാം, അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, 2030 ജൂനിയർ ഒളിമ്പിക്സ് ആദ്യം നടത്താനായി നമ്മൾ ശ്രമിക്കുകയാണ്. അത് വിജയിക്കുമ്പോൾ മറ്റേതും വിജയിക്കും. അപ്പോഴും 2029 കഴിഞ്ഞ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമോ എന്നുള്ളത് ഇനിയും ഇന്ത്യയിലെ 144 കോടി ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ 2029 അധികാരം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി 2030 2036 ലോക കായിക മാമാങ്കമൊക്കെ നടത്തുമെന്ന് പറയുന്നത് എത്ര ആളുകൾ വിശ്വസിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. ആഗ്രഹത്തെ നമ്മൾ മാനിക്കുന്നു, പക്ഷെ അതിന് ഇന്ത്യ മഹാരാജ്യം വളർന്നിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ് കൂടുതൽ യുക്തിസഹജം. അതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സമീപനം എന്നാണ് ഈ തരുണത്തിൽ പറയാനായിട്ടുള്ളത്.